സെപ്റ്റംബർ 13-ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉത്തർപ്രദേശിലെ 12 അസംബ്ലി മണ്ഡലങ്ങളിലും പരിസരങ്ങളിലുമായി കഴിഞ്ഞ 2 മാസത്തിനിടെ തുടർച്ചയായി വർഗീയ സ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടെയാണ് ലവ് ജിഹാദ് മുഖ്യ വിഷയമാക്കി തെരഞ്ഞെടുപ്പ് നേരിടാൻ BJP തീരുമാനിച്ചത്. ഉത്തർപ്രദേശിലെ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ തന്നെ ഇതിന് നിർദ്ദേശം നൽകി. ഈ നീക്കം വിവാദമായതോടെ ലവ് ജിഹാദ് എന്ന വാക്കൊഴിവാക്കി വിഷയം കത്തിക്കുകയാണ് BJP. ഇതിനിടെയാണ് ആദിത്യനാഥിന്റെ പ്രസംഗം പുറത്തായത്. उत्तर प्रदेश में हिंदू बालिकाएं मुसलमानों के साथ जा रही हैं, लेकिन गोरखपुर में मुस्लिम बालिकाएं हिंदुओं के घर में आती हैं। हम लोगों ने इस परंपरा को स्वीकार किया। किसी कालखंड में कोई बना होगा, अगर वह हिंदू बनेगा हम उसको स्वीकार करेंगे, उसकी शुद्धि करवाएंगे और उसको अपनाएंगे, एक नई जाति का फिर से निर्माण करवा देंगे। कि अगर वह एक हिंदू बालिका को ले जाएंगे तो कम से कम 100 मुस्लिम बालिकाओं को हिंदू സംഭവം പുറത്തായതോടെ ദൃശ്യങ്ങൾ പരിശോധനക്കയക്കണമെന്ന് ആദിത്യനാഥ് ആവശ്യപ്പെട്ടു. ആദിത്യനാഥിന്റെ പ്രസംഗം നിയമവാഴ്ചയുടെ ലംഘനമാണെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി കുറ്റപ്പെടുത്തി. പ്രണയവിവാഹങ്ങൾ വർഗീയമായി ചിത്രീകരിച്ച് മുതലെടുക്കാനുള്ള BJP നീക്കത്തിന് തിരിച്ചടിയാവുകയാണ് ആദിത്യനാഥിന്റെ പ്രസംഗം. മീഡിയ 1 ഡൽഹി.